അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ OnePlus 9RT എന്ന് പറഞ്ഞ ഫോണിനെ പറ്റി ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോൺ ഒക്ടോബർ 15-ാം തീയതി ലോഞ്ച് ആവാൻ പോവുകയാണ് പറഞ്ഞ ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മാസം തന്നെ നമുക്ക് OnePlusന്റെ 9RT എന്ന ഫോൺ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇത് OnePlus 9RT തന്നെ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് ആ ഫോണിൽ തന്നെ കുറെ അപ്ഗ്രേഡ്സ് ഒക്കെ വരുത്തിയിട്ട് അവർ ലോഞ്ച് ആക്കുക തന്നെയാണ്. പിന്നെ OnePlus 9T ഈ വർഷം ലോഞ്ച് ആവാനൊന്നും പോകുന്നില്ല. 9T സീരീസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഈ 5 വർഷം ഗ്യാപ്പിലൊക്കെ തന്നെ നമുക്ക് OnePlusന്റെ T സീരീസ് സ്മാർട്ട് ഫോൺ ഇല്ലാതെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ OnePlus 10 സീരീസിന്റെ വീഡിയോ ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഫോണിന്റെ ഇന്നത്തെ ഈ ലീക്സ് ആൻഡ് റൂമേഴ്സും എല്ലാം ആയിരിക്കും ഞാൻ നിങ്ങളും എല്ലാവരായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ OnePlus 9RTയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനീസ് ആൻഡ് ഇന്ത്യൻ മാർക്കറ്റ്സിലെ എക്സ്ക്ലൂസീവ് ഫോണൊക്കെ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എത്ര ശതമാനം സത്യമാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതാണ് ന്യൂസിലൊക്കെ. ഈ OnePlus 9RTയുടെ ഈ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോൺ ലോഞ്ച് ആകാൻ പോകുന്ന 6.55 ഇഞ്ചിന്റെ ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേയിലൊക്കെ തന്നെയാണ്. ഇത് Gorilla Glass 5 ഒക്കെ സപ്പോർട്ടൊക്കെ ചെയ്യും. പിന്നെ ഇത് FHD+ ഒക്കെ തന്നെയായിരിക്കും. പിന്നെ ഇത് 120 Hz ഒക്കെ തന്നെയായിരിക്കും. സെയിം തന്നെയാണ് OnePlus 9Rന്റെ സെയിം അതേ പാനലൊക്കെ ആയിരിക്കും ഈ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ OnePlus 9R ഒക്കെ തന്നെയാണ്, പക്ഷെ കുറച്ച് അപ്ഗ്രേഡ്സ് ഇവര് നിർത്തിയിട്ടൊക്കെ ഉള്ളൂ. ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസിനെ പറ്റി ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് മേജർ ഒന്നുമല്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന 50 മെഗാപിക്സലിലെ വൈഡ് ക്യാമറ ആയിട്ടാണ്. ഇത് IMX766 ബേസ്ഡ് ഒക്കെ തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ 60 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ലെൻസ് ആയിട്ട് ലോഞ്ച് ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സലിലെ മാക്രോയും ഈ ഫോണിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാനൊക്കെ പറ്റുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഫോണിന്റെ ഒക്കെ ക്യാമറാസ്. പിന്നെ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്. തന്നെയാണ് OnePlus 9 സീരീസിന്റെ ലെൻസ് ഒക്കെ തന്നെയായിരിക്കും ഈ ഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വലിയ അപ്ഗ്രേഡ് ഒന്നും തന്നെ ഇല്ല. അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോണിൽ വരാൻ പോകുന്നത് Snapdragon 888 ഒക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ Snapdragon 870 ട്രിപ്ലേറ്റ് നോക്കുകയാണെങ്കിൽ പലരും 870 ആയിരുന്നു പ്രിഫർ ചെയ്തിരിക്കുന്നത്. അതിന്റെ റീസൺ ആണ് ട്രിപ്ലേറ്റ് നല്ലോണമൊക്കെ ഹീറ്റ് ഒക്കെ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ടെങ്ങാണ്ടാണ് അവർ OnePlus 9Rല് Snapdragon 870 ആയിട്ട് ആ ഫോണൊക്കെ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൽ നിങ്ങൾക്ക് ട്രിപ്ലേറ്റ് ഒക്കെ ആയിട്ടായിരിക്കും ലോഞ്ച് ആകാൻ പോകുന്നത്. അപ്പോൾ GPU ആണെങ്കിൽ Adreno 650 ഒക്കെ തന്നെയായിരിക്കും ഈ ഫോണിനകത്തൊക്കെ തന്നെ. അപ്പോൾ ഹീറ്റിങ്ങിനെ പറ്റി എനിക്ക് അറിയത്തില്ല ഈ ഫോണിനകത്ത് എന്താവുന്നത്, പക്ഷെ ഒപ്റ്റിമൈസേഷൻ ഒക്കെ ഈ ഫോണിനകത്ത് നല്ലതാണെങ്കിൽ അതും ഓക്കെ ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ന്യൂസിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയല്ല ഈ OnePlus 9RT എന്ന് പറഞ്ഞ ഫോണിന്റെ ഗീക്ക് ബെഞ്ചും ലീക്ക് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന OnePlus MT2110 എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഈ ഫോണിന്റെ സിംഗിൾ കോർ സ്കോർ ആണെങ്കിൽ 818 ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ മൾട്ടി കോർ സ്കോർ ആണെങ്കിൽ 3246 ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ ഫോണിന്റെ മൾട്ടി കോറും സിംഗിൾ കോറും ഒക്കെ തന്നെ. അപ്പോൾ ഗീക്ക് ബെഞ്ചും എല്ലാം തന്നെ ഇവിടെ ലീക്ക് ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ OnePlus 9RTയുടെ ഒക്കെയാണ്. അപ്പോൾ ഓവറോൾ പെർഫോമൻസ് ഈ ഫോണിന്റെ ഓക്കെ ആവേണ്ടതാണ്, പക്ഷെ മെയിൻ ആണ് ഈ ഫോണിന്റെ ഒക്കെ ഒപ്റ്റിമൈസേഷൻ ഒക്കെ തന്നെ. അത് നല്ലതാവുകയാണെങ്കിൽ ഈ ഫോണും ഓവറോൾ നല്ലോണമൊക്കെ പെർഫോം ചെയ്യും. ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് ഈ ഫോണിന്റെ ബാറ്ററി. അപ്പൊ ബാറ്ററിയെ പറ്റി നമുക്ക് കൂടുതൽ ഇതിൽ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത് 4500 mAh ഒക്കെ തന്നെ ആയിരിക്കും. ഈ തവണയും 65 watt ഒക്കെ തന്നെ ആയിരിക്കും ഈ ഫോണിന്റെ ബോക്സിലൊക്കെ തന്നെ. അപ്പൊ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അടുത്തത് ഈ ഫോൺ ഒഫീഷ്യലി ലോഞ്ച് ആകാൻ പോകുന്നത് നോക്കാം. ചിലവർ പറയുന്നുണ്ട് ഈ ഫോൺ Android 11-ലായിരിക്കും ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെ. ചിലവർ പറയുന്നുണ്ട് ഇത് Android 12 ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതിലും ചില കൺഫ്യൂഷൻ ഒക്കെ തന്നെയുണ്ട്. അപ്പൊ Android 12 ഇപ്പോൾ ഓൾറെഡി തന്നെ ലോഞ്ച് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ഈ ഫോൺ Android 12 ഔട്ട് ഓഫ് ദ ബോക്സ് വന്നേക്കാം. ഇതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഒക്കെ തന്നെയുണ്ട്. ബാക്കിയെല്ലാം സെയിം ഒക്കെയാണ്. പിന്നെ അടുത്ത ഇതിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഫോണിന്റെ പ്രൈസിങ്. അപ്പോൾ ഈ OnePlus 9RTയുടെ ഈ 8GB RAM 128GB പ്രൈസിങ് പറഞ്ഞ എക്സ്പെക്റ്റഡ് പ്രൈസിങ് ആണ് 34,000 rupees ഒക്കെ തന്നെ. അപ്പൊ അവിടെ വരെയൊക്കെ പോകുന്നുണ്ട്. അടുത്തത് ഈ ഫോണിന്റെ 8GB RAM 256GB വേരിയന്റിന്റെ പ്രൈസിങ് ആണെങ്കിൽ 38,000 rupees ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാനൊക്കെ പറ്റും. അപ്പൊ അടുത്തത് ചിലവരൊക്കെ പറയുന്നുണ്ട് ഇത് 40K ഒക്കെ പോകാൻ പറ്റുമെന്നൊക്കെ തന്നെ. അപ്പൊ അഥവാ ഈ ഫോൺ 34,000 38,000 ഒക്കെ ലോഞ്ച് ആവുകയാണെങ്കിൽ നല്ല വാല്യൂ ഫോർ മണി ഫോൺസ് ഒക്കെ തന്നെ ആയിരിക്കും. അപ്പൊ നോക്കാം എന്തൊക്കെയാണ്. പക്ഷെ ഇപ്രാവശ്യം ഈ OnePlus 9R 9RT നിങ്ങൾ നോക്കുവാണെങ്കിൽ
ഈ 888 വെച്ച് നിങ്ങൾ മാറ്റി വെക്കുവാണെങ്കിൽ ബാക്കി ഒരു അപ്ഗ്രേഡ്സും തന്നെ ഇല്ല ഈ രണ്ട് ഫോൺസിലൊക്കെ. 888 ഉണ്ട്, അത് നല്ല കാര്യം, പക്ഷെ വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ആ അപ്ഗ്രേഡ് മെയിൻലി വരാൻ പോകുന്ന ഈ ഫോണിന്റെ മെയിൻ ക്യാമറ സെൻസറിലൊക്കെ തന്നെ ആയിരിക്കും. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് OnePlus 9R വെച്ച് നോക്കുമ്പം. അപ്പൊ ഈ ഫോണും നമുക്ക് October 15 ലോഞ്ച് ആവാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ന്യൂസിലൊക്കെ തന്നെ വന്നിരിക്കുന്നത്, ലീക്സ് ആൻഡ് റൂമേഴ്സിലൊക്കെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.